കിളിവാതിലിൽ മുട്ടി വിളിച്ചത് കിളിയോ കാറ്റോ? എൻ്റെ മാർജാന നീയാണോ? ഇവിടെ തവളാച്ചി ഉണ്ടോ നോക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ആൾ മൂവും. ഇവിടെ ഉണ്ടടാ, അതേ ഇരിക്കണണ്ടാ. ചീരയൊക്കെ 1-2 പ്രാവശ്യം എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് പൂവിട്ട് തുടങ്ങി. ഇനി വേറെ നടണം. തക്കാളിയിൽ പൂവിട്ടിട്ടുണ്ട്. പിന്നെ ഒരു വെള്ളരി താഴെ പിടിച്ച് തന്നിട്ടുണ്ട്. നോക്കാം. ഈ ഗത പോലെ ഇരിക്കണ എന്താണെന്നറിയാമോ? ഇതാണ് ഞെരിഞ്ഞില്. ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ഈ മുള്ള് കയ്യിൽ കൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. തിരക്കുള്ള ജീവിതത്തിൻ്റെ ഇടയിൽ ചില സമയങ്ങളിൽ, ചില ദിവസങ്ങളിൽ വെള്ളം കുടിക്കാനോ യൂറിൻ പാസ് ചെയ്യാൻ പോകാനോ ഒന്നും നമുക്ക് സമയം കിട്ടില്ല. കൂടുതലും AC-യിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർ വെള്ളം കൂടി വളരെ കുറവായിരിക്കും ജോലി തിരക്കുള്ള സമയങ്ങളിൽ. നമ്മളതിനെല്ലാം അവോയ്ഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഇറിറ്റേഷൻ അതൊക്കെ മാറാൻ ഈ തിളപ്പിച്ച വെള്ളം വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിലാണ് പറയുന്നത്. നമുക്കും ഇതൊക്കെ ഓരോരുത്തരുടെ അനുഭവങ്ങളിൽ നിന്ന് പറഞ്ഞു തരുന്നതാണ്. ഇപ്പം അസുഖം വരാനായിട്ട് നമ്മൾ കാത്തു വെക്കണ്ട. നമുക്ക് ഇടയ്ക്ക് ഇതൊന്ന് ഒരു മരുന്ന് പോലെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നന്നായിരിക്കും. വലിയ ടേസ്റ്റൊന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.